ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ PGBPയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഫോളോയിങ് is the summarized profit and loss account of trader for the year ended 31st March 2021. ഓക്കെ, ഇതിപ്പോൾ 21 ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 25 എന്നാകും. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ട് ഇസ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 21, 22 എന്നുള്ളത് നമ്മൾ എന്തായി മാറും? 25, 26 എന്നായി മാറും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി ഒരുപാട് എക്സ്പെൻസും ഇൻകം തന്നിട്ടുണ്ട്. ശേഷം അഡീഷണൽ ഇൻഫർമേഷൻ, ബാഡ് ഡെറ്റ് റീകവേർഡ് ഈസ് ഓൺ ബാഡ് ഡെറ്റ് അലൗഡ് ഏർലിയർ. ബാഡ് ഡെറ്റ് റീകവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാദ്യം ബാഡ് ഡെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൻസായി കാണിച്ചതാണെന്നാണ് പറഞ്ഞത്. ജനറൽ എക്സ്പെൻസ് 1000 രൂപ ലീഗൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് പേഴ്സണൽ കേസ് ഓഫ് എ ട്രേഡറിൻ്റെ പേഴ്സണൽ കേസാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക? വളരെ സിമ്പിളാണ്. PGBP കൈകാര്യം ചെയ്യാൻ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഈ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റാത്ത എക്സ്പെൻസസിനെ ഒക്കെ തിരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സ് എക്സ്പെൻസായി പരിഗണിക്കാൻ പറ്റൂല, അത് ആഡ് ചെയ്യണം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അത് പേഴ്സണൽ എക്സ്പെൻസാണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ഡൊണേഷൻ അപ്രൂവ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ബാഡ് ഡെറ്റ് ഉണ്ട്. ബാഡ് ഡെറ്റ് ഇതൊക്കെയാണ്, ബാഡ് ഡെറ്റിന് കുഴപ്പമില്ല. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്താണ്? എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ ജനറൽ എക്സ്പെൻസിൽ 1000 രൂപ അത് പേഴ്സണൽ എക്സ്പെൻസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും എക്സ്പെൻസായി കാണിക്കാൻ പറ്റൂല. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഇത് ഇൻകമാണ്, പക്ഷെ അത് ബിസിനസ് ഇൻകം അല്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറക്കണം. ഇൻകം കൂടുതൽ കൂട്ടിയത് കൊണ്ട് അത് പ്രോഫിറ്റിൽ നിന്ന് കുറക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഡിവിഡൻഡ്, അതും ഇൻകം ഫ്രം അതർ സോഴ്സാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി ബാഡ് ഡെറ്റ് റീകവേർഡ്, അത് നേരത്തെ എക്സ്പെൻസായി കാണിച്ചതുകൊണ്ട് അത് കുഴപ്പമില്ല, അത് ഇൻകം തന്നെയാണ്, അത് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. നേരത്തെ എക്സ്പെൻസായി കാണിച്ചു, ഇപ്പോൾ വന്നപ്പോൾ ഇൻകമാണ്, അത് ഇൻകം തന്നെ ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ് പ്രോഫിറ്റ്, ഇത് അവിടെ തന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലേ, 2,50,900. ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എടുക്കുക. അതാദ്യം ഹെഡിങ് ഒക്കെ കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, എന്നതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പെർട്ടിക്കുലേഴ്സ് എഴുതുമ്പോൾ ഹെഡിങ് ഒക്കെ കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പെർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ എമൗണ്ട്, കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് എഴുതാം. നെറ്റ് പ്രോഫിറ്റ് എത്ര? നെറ്റ് പ്രോഫിറ്റ് 2,50,900. അതിവിടെ കൊടുക്കുക, 2,50,900 രൂപ. ഓക്കെ, ഇനി നമ്മൾ അനുവദിക്കപ്പെടാത്ത എക്സ്പെൻസസ് ഒക്കെ അല്ലേ, അതൊക്കെ തീർച്ചയായും ചെയ്യുക. അതിന് ആഡ് എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, എന്നിട്ട് അവിടെ ഒന്നാമത്തെ ഇൻകം ടാക്സ് എത്ര? ഇൻകം ടാക്സ് 10,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 5,000. ഇൻകം ടാക്സ് 10,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നേരെ തിരിച്ചാണോ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 5,000. ഓക്കെ, അടുത്തത്
ഓഫീസ് എക്സ്പെൻസ്, ഓഡിറ്റ് ഫീ, ഡൊണേഷൻ അപ്രൂവ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ തിരിച്ച് ആഡ് ചെയ്യേണ്ടിയിരുന്നു. ബാഡ് ഡെപ്റ്റ് ഓക്കെയാണ്, പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറ്റൂല, 2000. ഇതും ആഡ് ചെയ്യാം. പിന്നെ എന്താണ് ജനറൽ എക്സ്പെൻസിൽ എന്താ ചെയ്യുന്നത്, പേഴ്സണലായിട്ടൊരു പൈസ കൊടുത്തില്ലേ, അപ്പോൾ ജനറൽ എക്സ്പെൻസ് പേഴ്സണലാണ്, അവിടെ ഒരു 1000. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. 15ഉം 18,000 ആഡ് ചെയ്യാൻ 18,000 ഉണ്ട്. ഇനി ലെസ് എന്താ ലെസ് ചെയ്യാനുള്ളത്? ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ PGBP. PGBP അണ്ടർ ദ ഹെഡ് എന്ന് കൊടുത്താൽ മതി. ഈ ഹെഡ് നമ്മളിപ്പോൾ ഈ ഹെഡല്ലേ ഡിസ്കസ് ചെയ്ത്, ഈ ഹെഡിൽ ചാർജ് ചെയ്യാത്ത ഇൻകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഒന്ന് ബാങ്ക് ഇൻട്രസ്റ്റ്, പിന്നെ ഡിവിഡൻഡ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ചാർജ് ചെയ്യുക. ബാങ്ക് ഇൻട്രസ്റ്റ്, പിന്നെ ഡിവിഡൻഡ്. ബാങ്ക് ഇൻട്രസ്റ്റ് എത്ര, ഡിവിഡൻഡ് എത്ര, അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നെ? 10ഉം 12,500ഉം 10,000. 12,500 10,000. ഓക്കെ. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, അത് ഇവിടെ പറ്റൂല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് എത്ര? ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന സാധനമാണ്, അതുകൊണ്ട് 80,000. പിന്നെ ഇത് ഇൻകം തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് ഓൾറെഡി എക്സ്പെൻസ് കാണിച്ചത് കൊണ്ടാണ് കേട്ടോ. എക്സ്പെൻസ് ഇത് കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇൻകം ആവാനും പറ്റൂല. ബാഡ് ഡെറ്റ് അന്ന് എക്സ്പെൻസായി കാണിച്ചില്ലെങ്കിൽ അന്ന് നമ്മൾ ഡിഡക്ഷൻ എടുത്തിട്ടില്ല, ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം തിരിച്ച് ആഡ് ചെയ്യാനുള്ളത് 1,02,000, ലെസ് ചെയ്യാനുള്ളത് 90,000, 1,00,000, 1,02,500. അപ്പം നമുക്ക് കിട്ടി, ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ള സംഖ്യകൾ കൃത്യമായി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സംഖ്യകൾ 2,50,900 പ്ലസ് 18,000 മൈനസ് 1,02,500. ആൻസർ 1,66,400. ഇതെന്താണ്? പ്രോഫിറ്റ് ഇൻകം ഫ്രം ബിസിനസ് കൊടുത്താൽ മതി. ഇൻകം ഫ്രം ബിസിനസ് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, PGBPയുടെ വീഡിയോ ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തീർക്കുന്നതാണ്.